ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. കണ്ടോ, പപ്പ എവിടെയൊക്കെ ഉണ്ട്, മമ്മി എവിടെയൊക്കെ ഉണ്ട്. നിങ്ങൾ കുറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരൊക്കെ എവിടെ പോയി മോളിക്കൂട്ടനെ കാണാൻ. മോളിക്കൂട്ടൻ നാണായി പോയി. എന്താ സ്കൈയപ്പ രാവിലെ എണീച്ച അവിടെ സ്കൈ ഓട്ടാണ് കേട്ടോ. സാമ്പാക്ക് പണി കിട്ടി. ദേ കസാര എടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പവർ വരട്ടെ സാമ്പോ. അമ്പോ, അതെന്താണ് വിങ്സോ? അതിന്റെ പേരെന്തായിരുന്നു? ഓ എന്റെ പൊന്നെ, എന്തേ എന്റെ മോനെ, ഇവനൊരു ബാഹുബലിവാ. എന്താ ബലി 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 ബാഹുബലി. എന്റെ മോനെ, പപ്പ ഒരു കയ്യിലും എല്ലാം കൊണ്ടുവന്ന് തോളത്തൊക്കെ എടുത്ത് വെച്ചിട്ടേ പോവാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ കൂട്ടുകാരെ സാധനങ്ങളെ കൊണ്ട് വെച്ചു. അപ്പൊ കൂട്ടുകാരെ നമ്മൾ കൊറേ അപ്പം പറയുന്നുണ്ട്. അപ്പ അല്ല, ഞങ്ങള് അപ്പോളിനാണ് കേട്ടോ അപ്പം എന്ന് പറയുന്നത്. ഓരോരോ സ്ഥലത്ത് ഓരോ ശൈലിയല്ലേ. പിന്നെ ടോട്ടോ പറയുന്നില്ലേ, നമ്മൾ ടോട്ടോ എന്ന് പറയുന്നത്. നിങ്ങൾ ടോട്ടോ അതെ, സാധാരണ നമ്മൾ അങ്ങനെ സംസാരിക്കും. ടോ ഇടയ്ക്ക് ടോ ഒക്കെ കയറും കേട്ടോ. അപ്പൊ എന്തിലും സാധാരണ അങ്ങനെ സംസാരിക്കുന്നേ അങ്ങനെയാട്ടോ. അല്ലേ നമ്മള് ഓരോ ശൈലിയിലേ പോന്ന തേങ്ങാന്നൊന്നും അങ്ങനെയൊന്നും പറയത്തില്ല. ഞാൻ എല്ലാത്തിലും നാ പറയുന്ന ആൾക്കാരുണ്ട്. ഇവിടെ എല്ലാത്തിലും എന്നാ, പോന്ന, എന്നാ, പിന്ന, നന്ന, ഇന്ന അങ്ങനെയൊക്കെ പറയൂ കേട്ടോ. അത് പൊന്നുവിന്റെ അങ്ങനെ എനിക്കൊന്നും അറിയത്തില്ല. അപ്പൊ കൂട്ടുകാർ ഇന്നത്തെ വിഷയം എന്താ വെച്ചാൽ നമ്മൾ ക്രിസ്മസ് ആയിട്ട് നമ്മള് ഒരു പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടി കൂട്ടുകാരെ 2025 തുടങ്ങുന്നതിന് മുന്നേ 24 വീടെടുത്ത് ഉരുളു കേട്ടോ. അപ്പൊ കൂട്ടുകാരെ നമ്മൾ ഇന്ന് പുൽക്കൂട് ഉണ്ടാക്കാൻ പോവാണ്. എന്റെ തലയിൽ ഉദിച്ച ഐഡിയകൾ മാത്രമാണ് ഇവിടെ പുൽക്കൂട് ഉണ്ടാക്കാറുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി ടയറിൽ നിന്നെ കിട്ടുന്നതിന് മുന്നേ എത്ര പുൽക്കൂട് ഉണ്ടാക്കുന്നത് അറിയാം നിനക്ക്? ഞാൻ നിന്നെ കെട്ട മുന്നേ എന്തോരം വലിയ പുൽക്കൂട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അറിയാം. അത് നേരത്തെ ഡിസംബർ ആകുമ്പോഴത്തേക്ക് തുടങ്ങി തള്ളു തുടങ്ങി കേട്ടോ. പിന്നെ തള്ളിന് കേൾക്കുന്നതിന് മുന്നേ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ നേരെ ഇന്ന് പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടി കൂട്ടുകാരെ. ഇത്രയും ദിവസം ആരും പുൽക്കൂട് ഉണ്ടാക്കാൻ വന്നില്ല കേട്ടോ കൂട്ടുകാരെ. എന്നിട്ട് ഞാൻ ഇന്നലെ എല്ലാ സാധനം എടുത്ത് സെറ്റ് ചെയ്തേരെ പറയാം എല്ലാം ഉണ്ടാക്കാം. വാ ഉണ്ടാക്കാം. അയ്യോ എന്തേ കൊച്ചെന്തേ? സ്കൈ 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 അപ്പുറയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് രാവിലെ എണീച്ചപ്പോൾ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റുഡിയോൻ്റെ വർക്കല്ല, എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലായിരുന്നു, നമ്മുടെ സ്റ്റുഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടില്ലായിരുന്നോ? കാണാത്തവർക്ക് ഇതൊന്നും കാണിച്ചു തരാം. നമ്മുടെ സ്റ്റുഡിയോ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ടിവിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ലാപ്പും നമ്മുടെ സ്പീക്കേഴ്സും കാര്യങ്ങളും എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. റിംഗ് ലൈറ്റ് ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ കുറച്ച് നടക്കുന്നുണ്ട് അതിന് പുറമെ. അപ്പോൾ ഇന്നെന്തായാലും നമുക്ക് പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനം എന്താണ്ട് ഇതാണ് കേട്ടോ. ഈ ഒരു തെർമോക്കോളിൻ്റെ പെട്ടി കണ്ടോ, ഇതിനകത്താണ് പുൽക്കൂട് ഉണ്ടാക്കുന്ന പുല്ല് പറയുന്നത്. പുല്ല് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് കാണാം. അപ്പോൾ ഞാൻ വർക്കിലേക്ക് കയറാണ്. എനിക്ക് കുറച്ച് നേരത്തേക്ക് ഇനി വർക്ക് അർജന്റായിട്ട് കുറച്ച് തീർക്കാനുണ്ട്. അല്ല ഞാനുണ്ട്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരുള്ളൂ. എന്തെന്നാ ഞാൻ ഉണ്ടാക്കി കഴിയുമ്പോ മുത്ത് ഇങ്ങനെ വെക്കാൻ വരുമോ? മറ്റേ മാലാകൻ തുക്കാൻ നടക്കിങ്ങനെ. അയ്യോടാ, ബുദ്ധിമുട്ടാവില്ലേ? വർക്കുള്ളതല്ലേ. എനിക്ക് വർക്ക് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾ ഈ പെട്ടി എന്താന്ന് ഓർക്കുന്നുണ്ടോ? നീ ഓർക്കുന്നുണ്ടോ? നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി കഴിഞ്ഞ വർഷം പോയപ്പോ കൊറേ മീൻ മേടിച്ചിട്ട് വന്നേ ഓർക്കുന്നുണ്ടോ? കോഴിക്കോടുന്ന്. അതാണോ? മീൻ പെട്ടിയാണ് ഈ മീൻ പെട്ടി. കോഴിക്കോടുന്ന് നല്ല ഫ്രഷ് മീൻ. എത്ര മീൻ മേടിച്ചിട്ട് പോന്നു അല്ലേ? കറക്റ്റ് 1 ഇയർ. രാവിലെ തന്നെ പണി തരാൻ വെയിറ്റ് ചെയ്യണേ. സന്തോഷം. പല്ല് വെച്ചിട്ട് വേണ്ടൂടാ. അയ്യോടാ, സ്കൈ ആനേനെ സ്വപ്നം കണ്ടതെന്ന്. ആന ചാടി എന്നൊക്കെ പപ്പനോട് പോയി പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഫുഡ് കഴിക്കണം, ഫുഡ് കഴിക്കണം. തമ്പുരാട്ടി വരുന്നുണ്ട്. കുറിയിട്ട തമ്പുരാട്ടി മുട്ടയൊക്കെ കൊടുത്തിട്ട് അത് നോക്ക്, തേനീച്ച കൂട്ടിലല്ലാണ്ട് പോയി നിക്കില്ല കേട്ടോ. കണ്ടോ, ഇവിടെ മൊത്തം തേനീച്ചയാണേ. അത് നിന്നെ കടിക്കും, ഉമ്മ നോക്കുമല്ല കടിക്കും. അത് കുത്തുമ്പോ തേനല്ല കിട്ടുന്ന, വേദന കിട്ടുക. ആ കേറ് കേറ്. ചേട്ടൻ ഇവിടെ വന്നോ? അവരെന്താ തുള്ളുന്നേന്നറിയോ? നീ പാട്ട് വെക്കൊന്ന് വിചാരിച്ചിട്ടാ. ഓടുന്നുണ്ടോ ഓടുന്നുണ്ടോ ഓടുന്നുണ്ടോ? എന്താണ് സംഭവം അറിയാമോ? JCB കണ്ടിട്ടോ. ചോട്ടിക്കൂടെ JCB പോയി, അത് കണ്ട് പൊരിഞ്ഞോട്ടാണ് കേട്ടോ. JCBന്റെ കാറി ഓടിക്കുവാണ്. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ ചീറ്റി പോയതെങ്കിലും നമ്മൾ രാവിലെ തൊട്ട് സാമ്പോയിനെ കാത്തു കാത്ത് നിന്ന് ഇത് വൈകുന്നേരം ആയിട്ടുണ്ട്. നമുക്ക് അപ്പൊ അങ്ങനെ പറയരുത്, അങ്ങനെ പറയുമ്പോ ഞാനെന്തോ തെറ്റുകാരനാണെന്ന് തോന്നുമല്ലോ. സംഭവം നമ്മൾ രാവിലെ തൊട്ട് പുൽക്കൂടിന്റെ പണി തുടങ്ങണം പറഞ്ഞിരുന്നേ. പക്ഷെ നമുക്ക് രാവിലെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. എനിക്കാണ് വർക്ക് കഴിഞ്ഞപ്പോഴേക്കും വൈകുന്നേരമായിട്ടോ. ഇല്ല കേട്ടോ. അപ്പൊ രാവിലെ തുടങ്ങിയ പരിപാടി ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട്. നമ്മൾ ഇതിലൂടെ തുടങ്ങിയിട്ടില്ല കേട്ടോ നമ്മുടെ പുൽക്കൂടിന്റെ പണി. കാരണം നീ ദേഷ്യപ്പെടല്ലേ ഇവിടെ ദേഷ്യപ്പെട്ടിരിക്കുവായിരുന്നു കേട്ടോ. ദേഷ്യപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ കേട്ടില്ല, ദേഷ്യപ്പെട്ടില്ല പാകത്തേക്ക് കൊണ്ടൊക്കെ ഇരിക്കുന്നത്. എന്റെ വെട്ടാനാന്ന് തോന്നുന്നു. സംഭവം വെച്ചാണ്ടല്ലോ, എനിക്കാണ് വർക്ക് രാവിലെ എനിക്ക് കുറച്ച് കൊണ്ട് കഴിഞ്ഞ് വിചാരിച്ചു. പക്ഷെ കഴിഞ്ഞപ്പോഴേക്കും വൈകുന്നേരം ആയിട്ടോ. അപ്പം രാവിലെ തൊട്ട് വിളിക്കുന്ന വാന്ന് പറഞ്ഞിട്ട് പക്ഷെ ഒന്നും നടന്നില്ല. പക്ഷെ ഞങ്ങൾ ഇപ്പൊ വൈകുന്നേരം ചെയ്താലും മതി. കഴിഞ്ഞ കൊല്ലം എന്നിട്ട് ഞാൻ ലാസ്റ്റ് തന്നെ ക്രിസ്മസ് അങ്ങോട്ട് ഓടിപ്പോകുന്നില്ല. സമയത്ത് ഉണ്ടാക്കണം. നാളെ ഇപ്പൊ ഇത് വരും, മറ്റേ കലാമണിയോ? കരോക്കെ അല്ലല്ലോ, ആ കരോള് ദിവസം എത്രയെന്ന് ചോദിച്ചിട്ടാ പറയുമ്പോഴേക്കും നാളെ പറഞ്ഞില്ലേ? പറഞ്ഞു എന്താ ചെയ്യുന്നേ? കൊറേ നേരമായി നമ്മുടെ പുൽക്കൂട്ടിൽ തൂങ്ങി കിടക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് കളിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇതുകൊണ്ട് നീ പിണങ്ങിയതോടെ ഒരു കാര്യമില്ല എന്റെ പൊന്നു കുഞ്ഞാ. നീ ഇവിടെ എന്ത് ഇപ്പൊ തലകുത്തി വേണേ കൈ എവിടെ ഇരിക്കും? ഇതിന് വായന്ന് കഴുകാത്ത ചോറ് കൊടുത്തിട്ട് ആ ഡാൻസ് അവളുടെ മുഖം ഒന്ന് കഴുകി കൊടുക്ക്. അല്ല, കൊച്ചിന് ചോറ് എടുത്തിട്ടുണ്ടെങ്കിൽ നിനക്ക് മാത്രമേ, എനിക്ക് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. നീ എന്തിനാ ഇല്ലാത്ത കാരണത്തിലൊക്കെ വഴക്കൂടാൻ വരുന്നേ? ഒക്കെ വെറും വഴക്കാടി സ്വഭാവട്ടെ ഇപ്പം. ക്യാമറ ഓൺ ആക്കുമ്പോ മാത്രമല്ല നീ കുഞ്ഞാളൻ, അല്ലാതെ ഈ മറ്റേ ചെത്താൻ വേറെ അത് ആ ചേട്ടനോട് ചോദിച്ചാൽ മതി. ലൈറ്റ് ഇടുന്ന ചേട്ടൻ എന്തൊക്കെ ചെറിയ ചേട്ടൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ തന്നെ നീ ഇന്നലെ ഷോർട്സ് എടുക്കാൻ നേരത്തെ നീ വിളിക്കാത്ത, ഞാൻ ഇതുവരെ കേൾക്കാത്ത അത്രയും തെറി നീ എന്നെ വിളിച്ചില്ല. കേക്കാത്ത ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇവര് ചുമ്മാ അലമ്പാട്ടം. എടി പുൽക്കൂട് ഉണ്ടാക്കാൻ നേരത്തെ ഇങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കാൻ പാടില്ല. എന്നാ അല്ല, എന്നെയാണോ വിളിച്ചത്? എനിക്കൊന്നും മിണ്ടാനും പറ്റില്ല ഇപ്പോ. ഓമനക്കുട്ട ചേട്ടനല്ലേ പണിയെടുത്ത്? ഓമനക്കുട്ട ചേട്ടൻ നമ്മുടെ സ്റ്റെപ്പ് പണിയെടുത്ത് ഓമനക്കുട്ടൻ ചേട്ടൻ. ഓമനക്കുട്ടൻ ചേട്ടോ, നോക്ക് നമ്മുടെ സ്റ്റെപ്പ് പണിയെടുത്ത് ഓമനക്കുട്ട ചേട്ടൻ. എവിടെയാ? ആണോ? ആ, നമ്മുടെ ഇതൊക്കെ കെട്ടി ഓമനക്കുട്ട ചേട്ടൻ കേട്ടോ. അത് നമ്മുടെ സ്വന്തം ഓമനക്കുട്ടൻ ചേട്ടൻ. എന്റെ ഓമന, നീ എന്താ ഈ പ്രാന്ത് കാണിക്കുന്നേ? ചെക്കന് കിട്ടി, ചെക്കൻ ചോദിച്ച് മേടിച്ച്.
കരഞ്ഞോണ്ട് ഓടുന്നു കരഞ്ഞോണ്ട് ഓടുന്നു ചിരിച്ചോണ്ട് കരഞ്ഞോണ്ട് ഓടുന്നു. കരഞ്ഞോണ്ടിരിക്കുന്നയാ കണ്ടോ കണ്ണിക്കൂടൊക്കെ വെള്ളം വന്ന് ഡാടാ എടിച്ചോളാ കൈ പിടിക്കേ വാ ഈ ചാച്ചനെ കൊല്ലുവാ വാ എന്റെ ദൈവമേ വെച്ചമായോടി ഈ ചാച്ചന്റെ ഡൂളു ആരാ അയ്യോടാ കൈങ്ങ വാ കൈങ്ങ വാ കൈങ്ങ വാ അവിടെ കൈയിട്ടേക്ക് കൈയിട്ടേക്ക് കൈയിട്ട് നിക്ക് പുറകല്ല മുന്നില് കൈയിട്ട് നിക്ക് നിന്നെ കൈകിട്ട് നിൽക്കുന്ന അവള് പുറകെ കൈയിട്ട് നിൽക്കുന്ന നിന്നെ അവള് വഴക്കുറയും പോലെ ഉണ്ട് കൈയിട്ട് നിക്ക് സ്കൈ കൈയിട്ട് നിക്ക് സ്കൈ ഇക്കടെയായിപ്പോയി സ്കൈ കൈയിട്ട് നിക്ക് ഒന്നും വിളിച്ചില്ല അപ്പൊ അതിവിടെ താന്ന് പറഞ്ഞു അവന്റെ കൈയിരിക്കുന്നേ അതൊന്ന് വലിച്ചു നോക്കണം അങ്ങനെ പറഞ്ഞോപ്പാ എഴുന്നേറ്റ് എണീറ്റേ എണീക്ക് എണീക്കടാ എണീക്ക് എണീക്കടാ സ്കൈ നിൽക്കും നോക്കി എഴുന്നേറ്റ് ഇവിടെ നിൽക്കും പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കാം എന്നാ പിന്നെ പെട്ടെന്ന് കഴിയും നല്ല പുൽക്കൂട് ഉണ്ടാക്കുന്ന വ്ളോഗ് പുൽക്കൂടി ചീറ്റിപ്പോയിട്ടോ പറയുന്നതൊക്കെ തെറ്റ് ചെയ്താൽ തെറ്റാ ചേച്ചൻ്റെ പറയുന്നത് അങ്ങനെ ചെയ്തെന്ന് കൈ ഒടിച്ചേക്കണ്ടേ ആ പപ്പേനെ കണ്ട് ഒടിച്ചു പപ്പ ബെനിനാണ്ട് പപ്പ ബെനിനാണ്ട് ഇരുന്നാലും സ്കൈക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഓടിപ്പോവാ എന്നാ എവിടെ ഡിനോസർ അറിഞ്ഞു വെച്ചാ ഡിനോസർ എവിടെ അറിഞ്ഞേ ഉണ്ടാക്കുന്നില്ല എന്തുണ്ടാക്കുന്നേ ഡൂഡ് എന്തുണ്ടാക്കുന്നേ പൊൻ പൊന്നോ എന്താ വിളിച്ച പൊന്ന് പോൻ പൊൻ പോൻ പൊൻ വീഡിയോ എടുക്കാൻ മാത്രം നടക്കുന്ന പ്രതിഭാസം അങ്ങനെയാണല്ലോ അല്ലേ ഉറപ്പാണല്ലോ 100% ഞാൻ ഉറപ്പാണ് ഈ കരിമ്പിന്റെ പൂവാണ് വെച്ചിട്ടാണ് നീ ഇതുണ്ടാക്കാൻ പോകുന്നേ മഞ്ഞോ അപ്പോ കഴിഞ്ഞ വർഷം നമ്മുടെ മഞ്ഞിലെ നല്ല രസമായിരുന്നു ആണോ വാ ഫോളോ മീ അപ്പൊ നമ്മള് പുൽക്കൂടിന് വേണ്ടിയുള്ള അസറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി പോവാം അസറ്റ്സ് എല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടി പോവാ ഹലോ ഞാൻ ഇവിടെ നിന്ന് മേലേക്ക് നോക്കുമ്പോൾ ഭയങ്കര ഭീകര ലുക്കല്ലേ അപ്പൊ നമ്മൾ കച്ചിക്ക് പകരം പറഞ്ഞില്ലേ നമ്മൾ പുല്ല യൂസ് ചെയ്യുന്നത് കേട്ടോ ദാ ഇവിടെ സൈഡിൽ തന്നെ വീടിന്റെ സൈഡിൽ തന്നെ ഇവിടെ കുറേ പുല്ലുണ്ടായിട്ടുണ്ട് അപ്പൊ ഈ പുല്ലുകൾ വെട്ടിയെടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് അത് വെച്ചിട്ട് നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് ഇവിടെ നമുക്ക് കുറേ മരത്തടികൾ കൊണ്ടുപോയിട്ടേക്കുന്നേ ഏത് പുല്ല് ഈ പുല്ലോ ഈ പുല്ലാണ് നീ പറയുന്നേ ഈ താഴെ കാണുന്ന പുല്ല് ആ മാറ്റി കൂട്ടുകാർ ഇവിടെ വന്നപ്പോൾ പുല്ലുമില്ല ഒന്നുമില്ല അപ്പൊ നമ്മള് അവിടം വരെ പോയത് വെറുതെ ആയിപ്പോയി പിന്നെയും പ്ലാൻ മാറ്റി അവിടെ ചെന്നപ്പോൾ പുല്ലുമില്ല ഒന്നുമില്ല അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കാണ്ടിട്ടുണ്ടായിരുന്നു മിഷീൻ വെച്ചിട്ട് കാണ്ടിട്ടുണ്ടായിരുന്നു പറമ്പില് അപ്പൊ അതിന്റെ പുല്ലൊക്കെ അവിടെ കിടപ്പുണ്ടാവും അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം കേട്ടോ
പപ്പയെ വിട്ടേ നമ്മളൊന്നും ആ ഒരു ഉഫ്. ഞാൻ എന്താ ഉദ്ദേശിച്ചൊന്നും മനസ്സിലായില്ലേ? ഞാനെന്താ പറയുന്നത് എനിക്കിട്ട് താങ്ങാൻ വേണ്ടിയിരിക്കട്ടോ എല്ലാവരും. കണ്ടോ പെൺപടയാ? ഫെമിനിസം ഞാൻ പറഞ്ഞ ഐഡിയ ആണ്. വെറൈറ്റി ആയിരിക്കും, നല്ല കുറുന്തോട്ടിയൊക്കെ വെച്ചിട്ട്. എന്തൊക്കെ അതാ എടി ഞാൻ പറഞ്ഞ ഐഡിയ ആണ്, വെറൈറ്റി ആയിരിക്കും. കുറുന്തോട്ടി കൊണ്ട് ഉണ്ടാക്കിയാൽ മതി. എന്ത് ഡൂഡു ഇതേണ്ട ഈ കോഴീൻ്റെ കുഞ്ഞുങ്ങളാട്ടെ കാണുന്ന മൊത്തം. ആ ഇവന്റെ ഹോബീസ് ആണ് കേട്ടോ അതൊക്കെ. പിടിക്കാൻ പോവാണേ. പേടിയാട്ടോ പെണ്ണിന്. അവളുടെ കയ്യിലെ കൊത്തി കൊറേ കൊത്തങ്ങണ്ട് കിട്ടിയതാ, അതിന്റെ പേടിയാ. പറയണേ കേക്ക്, നിങ്ങൾ ഇങ്ങനെ ടൈം ചുമ്മാ കളയല്ലേ. കുഞ്ഞാ ഈ ക്യാമറ ഞാൻ പിടിച്ചോളാം, നിന്റെ കൈക്ക് ഉണ്ടല്ലോ, നീ അങ്ങ് എടുത്ത് ചെയ്യ്. നിന്റെ ഐഡിയ അല്ലേ, നീ ചെയ്യ്. എന്നാ കണ്ട അതിന് എന്നാ വാന്ന് ഇതെന്നെ ഇത് ഇങ്ങനെ തന്നെ കൊണ്ടോ. ഈടാ നീ എന്നതാണോ പറയണേ? എന്റെ പൊന്ന് സുസിക്ക് സാധനം ഒന്ന് ലാസ്റ്റ് കണ്ടാ പോരെ. മമ്മി മച്ചിന്റെ മുകളിൽ നിൽക്കുക, ഞാൻ അങ്ങോട്ട് പോവാ. നിങ്ങൾ ഇതേ കുഞ്ഞോടാ വാ. കണ്ട ഇത് അടി കേട്ടോ, അടി. ഒന്നുമില്ല, ഒന്ന് മമ്മി നിന്നെ ചിക്കനാക്കോന്ന്. ഞാനൊരു പ്രശ്നം ചെയ്താലോ? എന്റെ പൊന്ന് സുസി, കച്ചിക്ക് ഔട്ട് ഓഫ് ഫാഷൻ. സുസി എന്താ പറയുന്നേ? കാലത്താണ് യേശുക്രിസ്തു അങ്ങനെ ഉണ്ടായേ. നല്ല കൊള. മമ്മീനെ കുറുന്തോട്ടി വെട്ടി കളയുന്നവൻ. ഇതേ മമ്മീന്റെ കുറുന്തോട്ടി എടുത്ത് വെട്ടു അവൻ. മര്യാദക്ക് അത് കൊണ്ട് വെക്കണം. അത് ചൂല്. മമ്മി എത്ര കഷ്ടം. എനിക്ക് ദേഷ്യം വരുന്നു. മമ്മി ഇവൻ പറഞ്ഞത് നടുക്ക് വെച്ച് വെട്ടിക്കളയാ, അതിന്റെ കുറ്റി മാത്രം കൊടുക്കാതെ വെട്ടുന്നു മമ്മി. മമ്മി അച്ഛന്റെ മണ്ടിലാണ്. അവൻ പറയണേ മമ്മിക്ക് പകുതി മതിന്ന്. ആ തറ്റം അതെ കയറൊക്കെ അയച്ചാൻ വെട്ടുവാ. വിട്ട് നിനക്ക് എത്ര വയസ്സായി? എടാ അങ്ങനെയല്ല, ഇവിടെ ഇതെന്ത് സാധാരണ. എടാ ഇത് കൂമ്പാരം വരെ വെക്ക്. എക്സാമ്പിൾ പറഞ്ഞതാ. ഓ ഇതാണ് നിന്റെ എക്സാമ്പിൾ. നല്ല ബോറായിട്ടുണ്ട്. പറയാതെ ഞാൻ കാണിച്ചു തരാം. ഇത് മുറിക്കില്ലാന്ന് ഞാൻ തമാശ പറഞ്ഞതല്ലേ. ഞാൻ പൊട്ടനാണോ? അതാണ് നീയാണെ അങ്ങനെ മുറിക്കും. വിഷമായിട്ടോ സംഭവിക്ക്. ഇനി തലാണി കെട്ടിപ്പിടിച്ച് കരയും കൊറേ നേരം. കണ്ടോ ഇതൊക്കെ പറയണെങ്കിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നത് സത്യസന്ധമായ കാര്യങ്ങളാണ് കൂട്ടുകാരെ. ഓടിങ്ങനെ എറിയും നിന്റെ തലമണ്ടക്കിട്ട്. നോക്ക് അവിടെയാണ് കോഴിക്കുഞ്ഞിന് വില.
ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് നമുക്ക് ഒരു വീടാകുമ്പോൾ എടാ ഇങ്ങനെ ഇരിക്കും ഇത് എന്ത് ഭംഗിയാ. എന്റെ സുസി ഇത് കഴിയുമ്പോ നോക്ക്. ഞാൻ വെള്ളം വെക്കാൻ പോട്ടെ, പുറത്തേക്ക് കുടിക്കാൻ വെള്ളം വെക്കട്ടെ. പപ്പ കുളിച്ച് വന്നല്ലോ. കുളിച്ചോ? ആ ഇല്ലല്ലോ, ബാത്റൂം പോയതല്ലേ. ഇവിടെ ഇങ്ങനെ തോന്നിയിരിക്കുന്നത് അവിടെ ഒരു ലോക്ക് ചെയ്യണം. ആ ലോക്കാണ് ഇത്. നമ്മൾ നിൽക്കാൻ സൈഡ് നോക്കുമ്പോ മയിൽപ്പീല് പോലെ ഉണ്ടല്ലേ. അല്ലേ? ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ. എന്ത് മയിൽപ്പീല് പോലെ ഉണ്ടെന്നോ? അതാണ് ആദ്യം മുതൽ നീ പറഞ്ഞതിന്. എടാ ഇനി നേരെ തിരിച്ചു വെക്കത്. തിരിച്ചല്ല. എടാ ആ ചെടിച്ചട്ടി എന്ന് വെച്ചാൽ നീക്കിയൊക്കെ അത് നശിപ്പിക്കല്ലേ. ഇതേ പുറകില് നീക്കി വെക്ക്. നീ ഒന്നും ചെയ്യത്തില്ല. നീ ഇങ്ങനെ ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ ശരിയാവും. എല്ലാം നശിപ്പിക്കൂട്ടോ ഇപ്പൊ. എനിക്കറിയത്തില്ല. ഞാൻ സെറ്റാക്കിട്ട് കാണിച്ചു തരാം കേട്ടോ. വേണ്ട, നീ സെറ്റാക്കുന്ന കാണണ്ടേ.